അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാ 34-ാമത്തെ ആയത്താണ് നാം അർത്ഥസഹിതം പഠിച്ച് മനസ്സിലാക്കി വന്നിരുന്നത്. ഈ ആയത്ത് വേണമെങ്കിൽ ഖുർആനിലെ ഏറ്റവും വിമർശിക്കപ്പെട്ട ആയത്തുകളുടെ കൂട്ടത്തിലെ ഒരായത്തായതുകൊണ്ട് ഇതിൻ്റെ ക്ലാസ് 3 ഭാഗങ്ങളായിട്ടാണ് നമ്മളെടുക്കാൻ വിചാരിച്ചിരുന്നത്. അതിലെ 2 ഭാഗങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. ഒന്ന് നമ്മൾ വെക്കേഷന് മുമ്പായിരുന്നു, ഒന്ന് അതിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ്, 3-4 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് എന്തായിരുന്നാലും ഇന്നത്തോടുകൂടി 34-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 34-ാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. ഈ ആയത്തിന് 2 ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഈ ആയത്ത് 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു ഭാഗം പുരുഷന്മാരുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊരു ഭാഗം സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ആയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പുരുഷന്മാർ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടവരാണ്, അവരുടെ കാര്യങ്ങളെല്ലാം മുറപ്രകാരം നിർവഹിച്ചു കൊടുക്കേണ്ടവരാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നല്ലവരായ സ്ത്രീകൾ വിശുദ്ധിയും ചാരിത്ര്യശുദ്ധിയും അനുസരണശീലവുമുള്ളവരായിരിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, അതിന് വിരുദ്ധമായ പെരുമാറ്റങ്ങൾ, മോശം പെരുമാറ്റങ്ങൾ അവരിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ സ്ത്രീകളെ നിങ്ങൾ ശിക്ഷണ കാര്യങ്ങൾക്ക് വിധേയമാക്കണം, അവരെ ശിക്ഷിക്കണം. ഈ 3 കാര്യങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയാണ് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടവരാണ്. ബിമാ ഫളലല്ലാഹു ബഅളഹും അലാ ബഅള്, ചിലർക്ക് ചിലരെക്കാൾ ചില സവിശേഷതകൾ നൽകിയ കാരണം. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരാണ് അവരുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നത്. ഇതാണ് ആദ്യ ഭാഗം, പുരുഷന്മാരോടുള്ള കാര്യം. രണ്ടാമത്തെ ഭാഗം ഫസ്വാലിഹാത്തു, നല്ലവരായ സ്ത്രീകൾ, ഖാനിതാത്തുൻ, അവർ അനുസരണശീലമുള്ളവരായിരിക്കും, ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നവരുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അല്ലെങ്കിൽ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, ഇനി അവരുടെ നുശൂസ് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഫഅ്ലൂഹുന്ന, അവരെ ഉപദേശിക്കുക, വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഅ, കിടപ്പറകളിൽ നിന്ന് അവരെ വെടിയുകയും ചെയ്യുക, വദ്രിബൂഹുന്ന, അവരെ പ്രഹരിക്കുക അല്ലെങ്കിൽ അടിക്കുക, ഫഇൻ അതഅനകും, അവർ അനുസരിക്കുകയാണ്, നിങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ, ഫലാ തബ്ഗൂ അലൈഹിന്ന സബീല, പിന്നെ അവൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകാൻ പാടില്ല. ഇന്നല്ലാഹ കാന അലിയൻ കബീറ,
തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാണ്. ഇതാണ് അവസാന ഭാഗം. അപ്പോൾ ഈ ആയത്തിൽ 8 കാര്യങ്ങളാണ് അള്ളാഹു പറയുന്നത്. ഒറ്റ ആയത്തിൽ 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തത്, പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ്. അവർ സ്ത്രീകളുടെ കാര്യങ്ങൾ മുറപ്രകാരം മുടക്കമില്ലാതെ നടത്തി കൊടുക്കണം. നമ്പർ 1. നമ്പർ 2, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടേതായ സ്വഭാവ സവിശേഷതകളുണ്ട്. 2 പേരും മനുഷ്യന്മാരാണെങ്കിലും 2 പേർക്കും ഉത്തരവാദിത്തങ്ങളും പ്രകൃതങ്ങളും വ്യത്യസ്തമാണ്. മൂന്നാമത്തെ കാര്യം, പുരുഷന്മാരാണ് വീട്ടിലെ സാമ്പത്തിക ചെലവുകൾ നിർവഹിക്കേണ്ടത്. നാലാമത്തെ കാര്യം, നല്ല സ്ത്രീകൾ നല്ല അനുസരണശീലമുള്ളവരായിരിക്കും. 5, അവർ അള്ളാഹു സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടവ സൂക്ഷിക്കുന്നവരുമായിരിക്കും. 6, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾക്ക് മോശം പെരുമാറ്റം ഭയപ്പെട്ടാൽ, വഞ്ചനയും വൃത്തികേടും ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് ശിക്ഷണ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ആദ്യം അവരെ ഉപദേശിക്കണം, രണ്ടാമത് അവരെ കിടപ്പറയിൽ നിന്ന് വെടിയണം, മൂന്നാമത് അവരെ അടിക്കണം. 7ാമത്തെ കാര്യം, ഭാര്യമാർ നിങ്ങൾ പറയുന്നത് കേട്ട് അനുസരിച്ച് അവർക്ക് തെറ്റ് ബോധ്യപ്പെട്ട് അവർ തിരുത്തി വന്നാൽ പിന്നെ അവരുടെ പിന്നാലെ പോകരുത്, പിന്നെ നടപടികളൊന്നും എടുക്കരുത്. 8ാമത്തെ കാര്യം, അള്ളാഹു അത്യുന്നതനും മഹാനുമാണ്. ഈ 8 കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൻ നിസായിലെ 34ാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഇതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ. നല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അനുസരണശീലമുള്ളവരായിരിക്കും. എന്തിനനുസരണശീലമുള്ളവരായിരിക്കും എന്ന് നമ്മൾ വിശദീകരിച്ചു. അവർ അള്ളാഹിനെ അനുസരിക്കുന്നവരായിരിക്കും, മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കും, ഭർത്താവിനെ അനുസരിക്കുന്നവരായിരിക്കും. അങ്ങനെ ഒരു അനുസരണശീലമുള്ള, കുറച്ചും കൂടിയും വ്യക്തമായി പറഞ്ഞാൽ അച്ചടക്ക ശീലമുള്ളവരായിരിക്കും സ്ത്രീകൾ. ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ. തൊട്ടടുത്ത് പിന്നെ പറയാണ് ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അതിന് വാവില്ല. വാവ് എന്ന് പറഞ്ഞാൽ ഈ അത്ഫിൻ്റെ വാവ് എന്നാണ് ഇതിന് പറയാം. എന്ന് പറയുന്ന ആ വാവ് ഇവിടെ ഇല്ല. ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബ്. അപ്പോൾ ഇത് രണ്ടും ഇതോ എന്നല്ല, ഇത് രണ്ടും ഒരു നല്ല സ്ത്രീക്ക് ഉണ്ടാകണം. അള്ളാഹു കാണുന്നില്ല എന്ന് വെച്ച് അവർ തെറ്റ് ചെയ്യില്ല, ഭർത്താവ് വീട്ടിലില്ല എന്ന് വെച്ച് അവർ തെറ്റ് ചെയ്യില്ല. ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ അവർ സൂക്ഷിക്കുന്നവരാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, ഇത് കല്യാണം കഴിച്ച സ്ത്രീകൾക്ക് മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല. എല്ലാ സ്ത്രീകൾക്കും ഇത് നിർബന്ധമാണ്. എന്ത്? അനുസരണശീലമുള്ളവളായിരിക്കുക, ചാരിത്ര്യവതിയായിരിക്കുക. അള്ളാഹു എന്തൊക്കെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചോ അതൊക്കെ ഭംഗിയായി സൂക്ഷിക്കുന്നവളായിരിക്കുക. ഇത് എല്ലാ സ്ത്രീകൾക്കും ബാധകമായ കാര്യമാണ്. ഇനി ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സ്ത്രീകൾ അവരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാര്യം എന്താ? ഇവിടെ അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാര്യം സൂക്ഷിക്കുന്നവരാന്ന് പറഞ്ഞില്ല. എന്താണ് അള്ളാഹു അവരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്? ഒന്ന്, അവരുടെ ചാരിത്ര്യം. അതെന്തായിരുന്നാലും അവർ സൂക്ഷിക്കേണ്ടവരാണ്. ചാരിത്രശുദ്ധിയുള്ളവരായിരിക്കണം. മറ്റൊരു പുരുഷനെ അവർ വീട്ടിലേക്കോ തൻ്റെ ബെഡിലേക്കോ കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ. മറ്റൊന്ന്, ഭർത്താവിൻ്റെ വീട്, അവിടുത്തെ സമ്പത്ത്, കുട്ടികൾ, അവിടുത്തെ സാധന സാമഗ്രികൾ, ഇതിൻ്റെയൊക്കെ മേൽനോട്ടം സ്ത്രീകൾ വഹിക്കേണ്ടവരാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ വ മസ്ഊലത്തുൻ അൻ റഇയതിഹാ. ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവളും അതിൻ്റെ ഉത്തരവാദിയുമായിരിക്കും. നാളെ അള്ളാഹു അതിൻ്റെ പേരിൽ അവളോട് ചോദ്യം ചോദിക്കും. ഭർത്താവിൻ്റെ വീട് നോക്കി നടത്തേണ്ടവൾ ഭാര്യയാണ്. അപ്പോൾ ഇപ്പോൾ കണ്ണൂരൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്നൊരു ചോദ്യം ചോദിക്കും. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. നിങ്ങൾ ഭാര്യയുടെ വീട്ടിൽ താമസിക്കണോ, ഭർത്താവിൻ്റെ വാപ്പാൻ്റെ വീട്ടിൽ താമസിക്കണോ എന്നല്ല ചോദ്യം. പിന്നെയോ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കണം. പൊതുവെ എന്താ സംഭവിക്കുക? ഭർത്താവിൻ്റെ ഉപ്പാൻ്റെതായിരിക്കും വീട്. അതിനെക്കുറിച്ചല്ല. അത് നിങ്ങൾക്ക് ഭർത്താവിൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ താമസിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മാൻ്റെ വീട്ടിൽ താമസിക്കാം. അത് നിങ്ങളെ സൗകര്യമൊക്കെ വെച്ച് താമസിച്ചോളി.
പക്ഷെ സ്ത്രീ താമസിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ്. വമസ്ഊലത്തുൻ അൻ റഇയതിഹ, അതിൻ്റെ ഉത്തരവാദിത്തം അവൾക്കാണ്. അതുകൊണ്ട് അവൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഭർത്താവിൻ്റെ വീട്ടിലാണ് അവൾ താമസിക്കുന്നത്. അവിടുത്തെ സോഫ, അവിടുത്തെ കസേര, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ചെലവ്, അവിടുത്തെ ഇതിൻ്റെയൊക്കെ ഒരു മേൽനോട്ടവും അതിൻ്റെയൊക്കെ ഒരു കൺട്രോളും സ്ത്രീകൾക്കുണ്ടായിരിക്കണം എന്നാണ് ഈ പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥം. ശരി. വമസ്ഊലത്തുൻ അൻ റഇയതിഹ. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നല്ല സ്ത്രീകൾ. ഇനിയാണ് നമ്മൾ അടുത്ത ആയത്തിൻ്റെ ഭാഗത്തിലേക്ക് വരുന്നത്. നല്ല സ്ത്രീകളുടെ ലക്ഷണം അവരനുസരണശീലമുള്ളവരായിരിക്കും, സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ശരിക്ക് സൂക്ഷിക്കുന്നവരായിരിക്കും. ഇനി അല്ലാഹു പറയാണ് വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന. ഇപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, പറഞ്ഞ കാര്യങ്ങൾ അവൾ അവരുടെ ചാരിത്രം സൂക്ഷിക്കുന്നില്ല, ഏൽപ്പിച്ച സമ്പത്തൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല, കാര്യങ്ങളൊന്നും വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ, അങ്ങനെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അപ്പോൾ നുഷൂസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഒരർത്ഥത്തിൽ ഒരു കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത്. പൊതുവേ പറയുന്നൊരർത്ഥമുണ്ട്, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, നിങ്ങൾ അവരുടെ പിണക്കം ഭയപ്പെട്ടാൽ. ഇപ്പം നുഷൂസിന് പിണക്കം എന്നർത്ഥം പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫഅലൂഹുന്ന വഹ്ജുറൂഹുന്ന വദ്രിബൂഹുന്ന, നിങ്ങൾ അവരെ ഉപദേശിക്കുക, അവളെ കിടപ്പറയിൽ നിന്ന് വെടിയുക, അവളെ അടിക്കുക. ഞാൻ മനസ്സിലാക്കുന്ന ആ അർത്ഥം ഇവിടെ ഫിറ്റല്ല. പിണങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ പിണങ്ങിനൊക്കെ അടിക്കാൻ നിന്നാൽ പിന്നെ വേറെ വല്ലതിനും നേരം ഉണ്ടാവും, എന്നും അടിയായിരിക്കും. പിണക്കം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഇണക്കവും പിണക്കവും അല്ലാതെ എന്ത് ദാമ്പത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എത്ര തവണ നബിയുടെ ഭാര്യമാരോട് തെറ്റിയിട്ടുണ്ട്. അങ്ങനെ കണ്ട അത് ദാമ്പത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. സാധാരണ പറയുന്നുണ്ട്, കൂടെ പൊറുക്കണമെങ്കിൽ കൂടെ പൊറുക്കണം. നിങ്ങൾക്ക് ഒരാൾ ഈ രണ്ട് ഭാര്യയും ഭർത്താവും യോജിച്ച് പോകണമെങ്കിൽ ഇടക്കിടക്ക് വിട്ടുകൊടുക്കണം. എന്നാൽ ഞാൻ വിട്ടുകൊടുക്കില്ല, അയാളല്ല എന്നോട് തെറ്റിയെന്ന മിണ്ടട്ടെ എന്ന് വെച്ചാൽ പിന്നെ നടക്കില്ല. രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുകയും വിട്ടുകൊടുക്കുകയും ചെയ്താൽ ഇത് മുന്നോട്ട് പോകും. അപ്പം നിങ്ങളോട് പിണക്കം ഭയപ്പെട്ടാൽ എന്ന അർത്ഥം ഇവിടെ അത്ര ഫിറ്റാവില്ല. ശരി. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, അവരുടെ പിണക്കം നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ എന്ന അർത്ഥം തൽക്കാലം നമ്മൾ മാറ്റിവെക്കുക. ഞാൻ പറയുന്നത് അതിൻ്റെ അർത്ഥം മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, നല്ല സ്ത്രീകൾ അവരനുസരണശീലമുള്ളവരായിരിക്കും, അവൾ ചാരിത്രശുദ്ധിയുള്ളവരായിരിക്കും. ഇതിന് ഭിന്നമായി അവർ അവരുടെ പെരുമാറ്റം മോശമാക്കിയാൽ എന്നാണ് എൻ്റെ അർത്ഥം. അതായത് അനുസരണക്കേടും മോശം പെരുമാറ്റവും വഞ്ചനയും കാണിച്ചാൽ. ഞാൻ ഈ ആയത്തിൽ പറയാതെ പറയുന്ന ഒരു കാര്യം ഒരു ഉദാഹരണമായിട്ട് പറയാം, അപ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. ഭർത്താവ് ഭാര്യയോട് പറയണം, ഇന്നലെ ഞാനിവിടെ വന്നപ്പോൾ ഒരാളെ കണ്ടല്ലോ, അതാരാ? ഭാര്യ പറയാണ്, അതെൻ്റെ ക്ലാസ്മേറ്റാണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഭർത്താവ് പറയണ ഭാര്യയോട്, അങ്ങനെ ഞാനില്ലാത്ത സമയത്ത് ഇതുപോലുള്ള ആൾക്കാരെ വീട്ടിൽ കയറ്റരുത്, എനിക്കവനറിയാം, അവൻ അത്ര നല്ലവനല്ല. ഇപ്പം എന്താ ആദ്യത്തിൽ സംഭവിച്ചത്? ഭർത്താവില്ലാത്ത നേരത്ത് വീട്ടിലേക്ക് ഒരന്യനായ പുരുഷൻ വന്നപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയാണ്, അയാളെ വീട്ടിലേക്ക് കയറ്റരുത്. ഒരു ഉപദേശം, സിമ്പിൾ. പക്ഷേ പിന്നെയും അവൾ കയറ്റി. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, എന്താ ഞാൻ പറഞ്ഞല്ലേ, അവനൊരു മോശം പ്രകൃതമുള്ളവനാണ്, അവനെനിക്കറിയാം, ഒരുപക്ഷെ നിങ്ങൾ ഒന്നിച്ച് പഠിച്ചു വെക്കായിരിക്കാം, പക്ഷേ അവന് വീട്ടിൽ കയറ്റരുത്, ഞാനില്ലാത്ത സമയത്ത് അയാൾ കൊണ്ട് വരരുത്. പിന്നെ നീ എന്താണ് അങ്ങനെ ചെയ്തത്? ഇപ്പോൾ ഭാര്യ വീണ്ടും ന്യായം നിരത്തുകയാണ്. അതിനും എന്താ കുഴപ്പം, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരല്ലേ, അതൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു സംശയദൃഷ്ടിയോടുകൂടി കാണുന്നത്? അതൊന്നും ശരിയല്ല, നിങ്ങൾ ഭയങ്കര സംശയരോഗിയാണ് എന്നൊക്കെ പറയണം. ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയണം.
ഭർത്താവ് പിന്നെയും പറയണം, എനിക്കിഷ്ടല്ല, അയാൾ ഒരു മോശം സ്വഭാവക്കാരനാണ് എന്നെനിക്കറിയാം, അയാൾ ഞാനില്ലാത്ത സമയത്ത് വീട്ടിൽ വരുന്നത് എനിക്കിഷ്ടല്ല, അതുകൊണ്ട് ഡോണ്ട് ഡൂ ഇറ്റ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഇനി ഉണ്ടാവാൻ പാടില്ല. പക്ഷെ പിന്നെ ഉണ്ടാവുകയാണെങ്കിൽ ഭർത്താവ് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുക. ഇതുവരെ ഇപ്പം എന്താ സംഭവിച്ചത്? ഉപദേശം അല്ലേ? ഫഇദൂഹുന്ന. ഭർത്താവ് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണം. വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഅ. മൽജഅ എന്ന് പറഞ്ഞാൽ കിടക്കുന്ന സ്ഥലം എന്നാണ്. കിടക്കുന്ന സ്ഥലത്ത് അവരെ വെടിയുക എന്നാണ്. ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒരർത്ഥം ഇവർ രണ്ടുപേരും ഒന്നിച്ച് കിടക്കുക, പക്ഷേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഭാര്യയെ കിടപ്പറയിൽ തീർത്തും അവഗണിക്കുക. സാധാരണഗതിയിൽ ഭാര്യമാർക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണ് അവരെ നിങ്ങൾ അവഗണിക്കുക, വിശേഷിച്ച് ബെഡ്റൂമിൽ. എന്താ കാരണം? നീ ഞാൻ പറഞ്ഞ കാര്യം കേട്ടില്ല, എനിക്കിഷ്ടപ്പെടാത്ത ആളെ വീട്ടിൽ കയറ്റരുത് എന്ന് പറഞ്ഞിട്ട് നീ കയറ്റി. സെക്കൻഡ് സ്റ്റെപ്പ്. എന്നിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ നടപടികളൊക്കെ എടുത്തിട്ടും പിന്നെയും ഈ സ്ത്രീ ഈ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത മോശം ആളാണെന്ന് ഭർത്താവ് വിചാരിക്കുന്ന ആളെ പിന്നെയും വീട്ടിൽ കയറ്റി. അങ്ങനെയാണെങ്കിൽ വളരിബൂഹുന്ന, അവർക്കെതിരെ ശിക്ഷാ നടപടികൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ അവിടെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമ്പോൾ അവരുടെ മുഖത്തടിക്കരുത്, മുറിവുണ്ടാക്കരുത്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് അത് പിന്നെന്താണ്, കോഴിയുടെ തൂവലൊക്കെ എടുത്തിട്ട് അതുകൊണ്ടൊക്കെ ഒരു അടി കൊടുക്കുക, അതാണ് ഈ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല കോഴിയുടെ തൂവൽ കൊണ്ട് അടിച്ചാൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് ഒന്നും കൂടി ഒരു രസമായിരിക്കും. നിങ്ങൾ ഒന്നും കൂടി അടിക്കി, അതൊരു ശിക്ഷാ നടപടിയാവും. ശിക്ഷാ നടപടി എന്ന് പറയുന്നത് കുറച്ചു വേദനയുണ്ടാകുന്ന തരത്തിൽ, എന്നാൽ മുറിവുണ്ടാകാതെ മുഖത്തടിക്കാതെ ഉള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. നുഷൂസ് എന്ന് പറയുന്നതിന്, നുഷൂസ് ആണിനും പെണ്ണിനും ഉണ്ടാവും. തെർക്കുശരീഖ്, പങ്കാളിയെ ഒഴിവാക്കലാണ്. അവിൽ അത്ഫാൽ, കുട്ടികളെ ഒഴിവാക്കലാണ്. ഔ കിലൈഹിമ, പങ്കാളിയെയും കുട്ടികളെയും ഒഴിവാക്കലാണ്. ബിദൂനി മുവാഫഖത്തിഹിം, അവരുടെ സമ്മതമില്ലാതെ. മാ അദ്മി ഇഅ്താഇഹിം, അവർക്ക് അവരുടെ മാ അദ്മി ഇഅ്താഇഹിം ഹുഖൂഖിഹിം, അവരുടെ അവകാശങ്ങൾ അവർക്ക് നൽകാതെ. അൽ ഖാനൂനിയ, നിയമപരമായ അവകാശങ്ങൾ അവർക്ക് നൽകാതെ അവരെ പരിഗണിക്കാതിരിക്കുകയും അവരെ ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് നിഷൂസ് എന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം നുഷൂസ് എന്ന് പറഞ്ഞാൽ അല്ലത്തി ഖറജത്ത് അൻ താഅത്തി സൗജിഹ അൽ വാജിബ, നിർബന്ധമായ കടമകൾ നിർവഹിക്കാതിരിക്കുക, ഭർത്താവിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുക എന്നുള്ളതാണ് നുഷൂസ് എന്നാണ് മറ്റൊരർത്ഥം. നുഷൂസ് പെണ്ണിന് ഇങ്ങനെ പറയുമ്പോൾ ഭാര്യ എന്ന് പറയാം, ആണാണെങ്കിലോ വറജുലുൻ നാഷിസ്. എന്നാൽ നാഷിസായ പുരുഷൻ എന്ന് പറയുന്നത് ഹുവല്ലദീ ഇംതനഅ അനിൽ ഇൻഫാഖി അലാ സൗജതിഹി ഔ ഹിജ്രിഹാ, അല്ലെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ട ചെലവിനൊന്നും കൊടുക്കുന്നില്ല. അത്തരത്തിലുള്ള ആൾ അർറജുലുൻ നാഷിസ് എന്നാ പറയാം. നഷസ ഷൈഉ എന്ന് പറഞ്ഞാൽ ഖറജ അനിൽ മുഅ്താദ്, സാധാരണഗതിയിൽ സംഭവിക്കാത്ത കാര്യം സംഭവിച്ചു എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഈ ക്ലാസ് എടുത്തപ്പോൾ, ഫഹാഹിയിൽ ക്ലാസ് എടുത്തപ്പോൾ സ്ത്രീകൾ മാത്രമുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു, ഇതേ സംഗതി തന്നെ പുരുഷൻ ചെയ്താലോ? അതായത് പുരുഷൻ ഈ പറഞ്ഞ രൂപത്തിൽ ധാർമ്മികമായ കാര്യങ്ങളൊന്നും പാലിക്കാതെ ഈ പറഞ്ഞ പോലെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ത്രീയെ വീട്ടിൽ കയറ്റി എന്നിട്ട് അതിന് ന്യായങ്ങളൊക്കെ ചമച്ചാൽ അവിടെയോ? ഞാൻ പറഞ്ഞു അതിനുള്ള മറുപടിയും ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ തിരക്കൂട്ടല്ലേ. സൂറത്തു നിസായിൽ തന്നെ 128-ാമത്തെ ആയത്ത് ഞാൻ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അള്ളാഹു പറയാണ് വഇനിംറഅത്തുൻ ഖാഫത് മിൻ ബഅലിഹാ നുശൂസൻ. സെയിം വേർഡ്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്ന് നുഷൂസ് ഭയപ്പെട്ടാൽ, വഞ്ചന, മോശം പെരുമാറ്റം ഭയപ്പെട്ടാൽ, ഔ ഇറാലൻ അല്ലെങ്കിൽ അവഗണന ഭയപ്പെട്ടാൽ,
ഫലാ ജുനാഹ അലൈഹിമാ അൻ യുസ്ലിഹാ ബൈനഹുമാ സുൽഹാ വസ്സുൽഹു ഖൈർ. ഉടൻ അവർ കംപ്ലൈൻറ്റ് കൊടുക്കണം. ഇവിടെ സ്ത്രീക്ക് പുരുഷനെ അടിക്കാനോ സ്ത്രീക്ക് പുരുഷനെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനോ ഒന്നും അധികാരമില്ല, അവകാശമില്ല. അവൾ എന്താ ചെയ്യേണ്ടത്? അത് സാധാരണ ഇതിൽ സ്ത്രീകൾക്ക് സാധിക്കില്ല. അവൾ ഉടൻ തന്നെ അടുത്ത അതോറിറ്റിയോട്, ഒന്നുകിൽ വീട്ടിലെ കാര്യപ്പെട്ട ആളോട് പറയാം, പരാതി പറയാം, അല്ലെങ്കിൽ ഖാദിയോട് പരാതി പറയാം. ഇയാൾ എൻ്റെ വീട്ടിൽ വരുന്നില്ല, എനിക്ക് ചിലവിന് വരുന്നില്ല, ഞാൻ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ട്, അതുകൊണ്ട് ഇയാളുമായിട്ടുള്ള ബന്ധം എനിക്ക് തുടർന്നു പോകാൻ കഴിയില്ല എന്ന കംപ്ലൈൻറ്റ് കൊടുക്കുക. അപ്പോൾ ഖാദി അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇവർ രണ്ടുപേരെയും ഇരുത്തിയിട്ട് സംസാരിക്കണം. ഇയാളോട് ഈ തെറ്റായ ചീത്ത സ്വഭാവം, മോശപ്പെട്ട പെരുമാറ്റം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടണം. അത് അങ്ങനെ അയാൾ അവസാനിപ്പിച്ചാൽ അവരുടെ ജീവിതം മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഇത് പുരുഷന്മാരുമായി ബന്ധപ്പെട്ടും സ്ത്രീകളുമായി ബന്ധപ്പെട്ടും ഈ വിഷയം പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല. പക്ഷെ ഈ ആയത്തിൽ ഭാര്യമാരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ പൊതുവെ സ്ത്രീകളല്ല കേട്ടോ, ഭാര്യമാരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഫഇളൂഹുന്ന, ഭാര്യമാരെ ഉപദേശിക്കുക. വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ്, കിടപ്പറയിൽ നിന്ന് അവരെ ഒഴിവാക്കുക. രണ്ടാമത്തെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, കിടപ്പറയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം ഒന്നിച്ച് കിടക്കുക, പക്ഷേ അവളെ പരിഗണിക്കാതിരിക്കുക. രണ്ടാമത്തെ അർത്ഥം അവളെ ബെഡ്റൂമിൽ നിന്ന് പുറത്താക്കുക. വീട്ടിൽ തന്നെ ആയിരിക്കണം, പക്ഷേ ബെഡ്റൂമിൽ കയറ്റരുത്. അതൊരു അടുത്ത സ്റ്റെപ്പാണ്. എന്നിട്ടും അവൾ നന്നാവുന്നില്ലെങ്കിൽ വദരിബൂഹുന്ന, ശിക്ഷാ നടപടികൾ അവൾക്കെതിരെ ഉപയോഗിക്കണം. അപ്പം ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കണം, ഭാര്യമാരെ അടിക്കാൻ പറ്റുമോ? ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു, പറ്റില്ല. പ്രത്യേകമായ സാഹചര്യവും സന്ദർഭവും ഉണ്ടെങ്കിലല്ലാതെ. പൊതുവായി പറഞ്ഞാൽ ഭാര്യമാരെ അടിക്കാൻ പാടില്ല. ഇത് ഖുർആനിൻ്റെ നിർദ്ദേശമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. ചില ആളുകൾ പറയുന്നത് ഭാര്യമാരെ അടിക്കാൻ ഭർത്താക്കന്മാർക്ക് ഖുർആൻ അവകാശം നൽകുന്നുണ്ട്. ഇല്ലേ ഇല്ല. ഖുർആനിൽ നിങ്ങൾ നോക്കുക, സൂറത്തു ത്വലാഖ് 6-ാമത്തെ ആയത്ത്, വിവാഹമോചനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും ഫലാ തുളാറൂഹുന്ന ലിതുളയ്യിഖൂ അലൈഹിന്ന. നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെയാണ് അവളെയും താമസിപ്പിക്കേണ്ടത്. ഇത് ത്വലാഖ് ചൊല്ലിയാലും ഇദ്ദാകാലത്ത് നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങളുടെ ത്വലാഖ് ചൊല്ലപ്പെട്ട മുത്തല്ലഖത്തായ ഭാര്യ താമസിപ്പിക്കേണ്ടത്. ആരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല, സൂറത്തു ത്വലാഖ് 6-ാമത്തെ ആയത്ത്. എന്നിട്ട് അല്ലാഹു പറയുന്നത് വലാ തുളാറൂഹുന്ന, നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്, അടിക്കരുത്, ചവിട്ടരുത്, കുത്തരുത്, അപമാനിക്കരുത്, ചെയ്യരുത്. വലാ തുളാറൂഹുന്ന ലിതുളയ്യിഖൂ അലൈഹിന്ന. ഞാൻ പറയുന്നൊന്നും അവൾ കേൾക്കുന്നില്ല, എന്നാൽ പിന്നെ രണ്ട് കൊടുത്തിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് നിങ്ങൾ അവളെ ഉപദ്രവിക്കരുത്, അടിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വലാഖ് 6-ാമത്തെ ആയത്തിൽ പറയാണ്. സൂറത്തു നിസാ, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറണം, നല്ല രൂപത്തിൽ പെരുമാറണം. നിങ്ങളുടെ അപ്രോച്ച് വളരെ പോസിറ്റീവായിരിക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ്, അടിക്കാൻ വിചാരിക്കുന്ന പുരുഷന്മാർ ഈ ആയത്ത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഖുർആൻ യുഫസ്സിറു ബഅ്ളുഹു ബഅ്ള. ഖുർആനിലെ ഒരായത്ത് മാത്രം എടുക്കാൻ പാടില്ല, ഖുർആനിലെ മറ്റായത്തുകളൊക്കെ ഇതിനോട് ചേർത്ത് വെക്കണം. ഫഇൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾ ഭാര്യയെ എന്തെങ്കിലും കാര്യത്തിൽ അവരെ നിങ്ങൾ വെറുക്കുന്നുവെങ്കിൽ, ഫഅസാ അൻ തക്റഹു ഷൈഅൻ, നിങ്ങൾ വെറുക്കുന്ന കാര്യത്തിൽ വയജ്അലല്ലാഹു ഫീഹി ഖൈറൻ കസീറ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരുപാട് ഖൈർ നിധി ഒരുക്കി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കുക. അല്ലാതെ അവളെ ചവിട്ടാനും അവളെ അടിക്കാനും അവളെ പ്രഹരിക്കാനും നിൽക്കരുത്. ഈ ആയത്ത് നമ്മൾ പഠിച്ചതാണ്, സൂറത്തുൽ നിസായിലെ 19-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ബഖറ 231-ാമത്തെ ആയത്ത്, ഈ ആയത്ത് നമ്മൾ പഠിച്ചതാണ്. ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ സരിഹൂഹുന്ന ബിമഅറൂഫിൻ, ഒന്നുകിൽ നിങ്ങൾ അവരെ നല്ല രൂപത്തിൽ പരിപാലിച്ച് നിങ്ങളുടെ കൂടെ നിർത്തുക, അല്ലെങ്കിൽ അവരെ മാന്യമായിട്ട് പിരിച്ചയക്കുക. ഇതാ നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് അല്ലാഹു പറയാണ്, വലാ തുംസികൂഹുന്ന ളിറാറൻ ലിതഅതദൂ, നിങ്ങൾ തലാഖും കൊടുക്കൂല. എന്തിനാണെന്നറിയോ? എനിക്ക് അവളെ അടിച്ചിട്ട് പൂതി തീർന്നിട്ടില്ല,
അതുകൊണ്ട് അവളെ നന്നായി ഉപദ്രവിക്കണം, അവളെ നന്നായി പ്രഹരിക്കണം. അതുകൊണ്ട് ഞാൻ തൊലാക്കും കൊടുക്കില്ല, അവിടെക്കട്ടെ. എന്നിട്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരം ദിവസത്തിൽ 3 നേരം അടിയോടടി. ഇങ്ങനെ ചെയ്യരുത്. വലാ തുംസികൂഹുന്ന ളിറാറാ ലിതഅ്തദൂ. ആക്രമിക്കാൻ, ഉപദ്രവിക്കാൻ, അടിക്കാൻ, ചവിട്ടാൻ അവളെ നിങ്ങൾ വീട്ടിൽ പിടിച്ചു നിർത്തരുത്. നിങ്ങൾക്ക് പറ്റില്ലേ, അവളുമായി നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ലേ, എങ്കിൽ മാന്യമായിട്ട് പിരിച്ചയച്ചോളൂ. എന്തിനാണ് നിങ്ങൾ അവളെ ഉപദ്രവിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ അവളെ അടിക്കുന്നത്? എന്നിട്ടുള്ളവരാണ് വമൻ യഫ്അൽ ദാലിക ഫഖദ് ളലമ നഫ്സഹ്. ഭാര്യമാരെ ഉപദ്രവിക്കുന്നവർ, ഭാര്യമാരെ അടിക്കുന്നവർ ശ്രദ്ധിക്കുക, അവർ ഭാര്യമാരെ അല്ല അടിക്കുന്നത്, തന്നെയാണ് അടിക്കുന്നത്. അല്ലാഹു പറഞ്ഞതാണ് സൂറത്തുൽ ബഖറ 231 ആയത്ത്. സ്വന്തം ഭാര്യമാരെ ഉപദ്രവിക്കുന്നവർ, അടിക്കുന്നവർ, ചവിട്ടുന്നവർ, കുത്തുന്നവർ, അവർ ഭാര്യമാരെ അല്ല അടിക്കുന്നത്, അവർ അവരെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, വലാ തത്തഖിദു ആയാത്തില്ലാഹി ഹുസുവാ. അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിങ്ങൾ കളിതമാശയായിട്ട് കാണരുത്. അള്ളാഹ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, എന്നാലും ഞാൻ എൻ്റെ ഭാര്യയെ പ്രഹരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്ത് കൊണ്ട് കളിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ആയത്ത് കൊണ്ട് കളിക്കരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാനീ പറഞ്ഞ അർത്ഥമാണ് ഇതിൻ്റെ അർത്ഥം എന്ന് വിശദമാക്കുന്ന ഒരു ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിച്ച, തിർമിദിയുടെ ഈ ഹദീസിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ അർത്ഥം, ഭാര്യമാർ എന്തെങ്കിലും അനാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ, ഭാര്യമാർ നിങ്ങളെ ചതിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഭയപ്പെട്ടാൽ, കൂട്ടത്തിൽ പറയട്ടെ, ഭാര്യമാരെ സംശയിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട്. ചില ആൾക്കാർക്ക് രസത്തിന് വേണ്ടി ആ നിർദ്ദേശം ലംഘിക്കാറുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിലേക്ക് വരുന്നത് അറിയിക്കാതെ അങ്ങ് കയറി ചെല്ലുക. ഒരു ദിവസം രാത്രി പാതിരാത്രി ബെല്ലടിക്കും, വാതിലങ്ങ് തുറക്കുമ്പോൾ അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താ, ഒരു സർപ്രൈസ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുമ്പോൾ അറിയിക്കാതെ ചെന്നാൽ ഒരു സർപ്രൈസ്. സഹോദരന്മാരെ, അങ്ങനെ സർപ്രൈസ് ഉണ്ടാക്കരുത്. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അന്നത്തെ കാലത്ത് കേട്ടോ, അന്ന് മൊബൈലില്ല, വാട്സപ്പില്ല, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ഒരു സംവിധാനം വന്നില്ല. എന്നാലും ഭർത്താവ് ദൂരയാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ നേരത്തെ തന്നെ ഭാര്യയ്ക്ക് വിവരമറിയിക്കണം. വെള്ളിയാഴ്ച ഞാൻ വരുന്നുണ്ട്, ബുധനാഴ്ച ഞാൻ അവിടെ എത്തും, ഇൻഷാ അല്ലാഹ്, നീ റെഡിയായിട്ട് നിന്നോ എന്നറിയിക്കണം എന്ന് പറയണം. അറിയിക്കാതെ വീട്ടിലേക്ക് ചെല്ലരുത്. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? അറിയിക്കാതെ വീട്ടിലേക്ക് ചെല്ലുക എന്നതിന് ഒരു നെഗറ്റീവ് വശമുണ്ട്. അതെന്താ? സംശയം. ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ അല്ലാത്ത നേരത്തെ ആരൊക്കെ വീട്ടിൽ വരുന്നത് എനിക്കൊന്ന് അറിയണം. അധികാളും നല്ല ഉദ്ദേശത്തിനാണ് ചെയ്യുന്നത്, പക്ഷെ അങ്ങനെയും ആവാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംശയിക്കരുത്. നിങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടാണ് ചെല്ലേണ്ടത്. ഭാര്യമാരെ അനാവശ്യമായി സംശയിക്കരുത്. ന്യായമായ കാരണത്താൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അവർ നിങ്ങളെ ചതിക്കുന്നു എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ, അവർ നിങ്ങളെ മോശമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു എന്ന്, അല്ലെങ്കിൽ അന്യപുരുഷനെ വീട്ടിൽ കയറ്റുന്നു എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അവരെ ഉപദേശിക്കുക, കിടപ്പറയിൽ നിന്ന് മാറി നിൽക്കുക, അവളെ അവസാനമായി അവളെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുക. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ പിണക്കം ഭയന്നാൽ, അല്ലെങ്കിൽ ഞാൻ നിന്നോടൊന്ന് വൈകുന്നേരം ചിക്കൻ ബിരിയാണി വെക്കാൻ പറഞ്ഞില്ലേ, നീ അത് വെച്ചില്ലല്ലോ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അനുസരണക്കേട് കാണിച്ചാൽ അടിക്കാം, മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് 2 കൊടുക്കുക, എന്താ ബിരിയാണി വെക്കാത്തതുകൊണ്ട്, അതാണ് ഈ പറയുന്നത് എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഖുർആൻ മനസ്സിലാക്കിയിട്ടില്ല, ഹദീസ് മനസ്സിലാക്കിയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണം മനസ്സിലാക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ പറയുന്ന അലാ വസ്തൗസൗ ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് നല്ല കാര്യം ഉപദേശിച്ചു തരികയാണ്, നിങ്ങൾ അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾ അവരെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുകയാണെങ്കിൽ ഇല്ലാ അൻ യഅ്തീന ബിഫാഹിശത്തിൻ മുബയ്യിനത്തിൻ, അവർ വളരെ മോശപ്പെട്ട എന്തെങ്കിലും അനാശ്വാസ നടപടികൾ ചെയ്താലല്ലാതെ, അല്ലാതെ അവരോട് ഖൈറ് വിട്ട് പെരുമാറാൻ പാടില്ല. ഇല്ലാ അൻ യഅ്തീന ബിഫാഹിശത്തിൻ മുബയ്യിനത്തിൻ, ഫാഹിശത്ത് എന്നാണ് റസൂൽ പ്രയോഗിച്ച വാക്ക്.
ബിഫാഹിഷത്തിൻ മുബയ്യിനത്തിൻ, വളരെ വ്യക്തമായ എന്തെങ്കിലും അനാശ്വാസ പ്രവർത്തനം അവൾ ചെയ്താലല്ലാതെ, ഫഇൻ ഫഅൽന, അങ്ങനെ അവൾ എന്തെങ്കിലും ഒരു വ്യഭിചാരമോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളെ ബെഡ്റൂമിലേക്ക് കയറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫഹ്ജുറൂഹുന്ന ഫിൽ മലാജിഅ്, അവളെ കിടപ്പറയിൽ നിന്ന് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ കിടപ്പറയിൽ നിന്ന് മാറ്റി നിർത്തുക. വളരിബൂഹുന്ന ലർബൻ ഗൈറ മുബർരിഹ്, അവൾക്ക് മുറിവാകാത്ത രൂപത്തിൽ അവളെ പ്രഹരിക്കുകയും അടിക്കുകയും ചെയ്യുക. അപ്പം ഈ ആയത്തിൻ്റെ വിശദീകരണം റസൂല് പറയാണ്. പിന്നെ നമ്മളെന്തിനാണ് വേറുള്ളതിലേക്ക് പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അവൾ വ്യക്തമായ എന്തെങ്കിലും അനാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ 3 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം അവളോട് പറയാം, ആരോടും പറയരുത്, അവളോട് പറയാം. ചിലപ്പോൾ അതോടുകൂടി അവസാനിക്കും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഇത് ഭാര്യയായാലും ഭർത്താവായാലും ആദ്യം പരിഹരിക്കേണ്ടത് അവർ തമ്മിലാണ്. ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്ത്രീയുമായി ഭർത്താവ് ചാറ്റ് ചെയ്യുന്നു. അപ്പോൾ ഭാര്യ പറയാണ്, നിങ്ങളങ്ങനെ ചാറ്റ് ചെയ്യരുത്, എനിക്കിഷ്ടമല്ല, സ്റ്റോപ്പ്. ഭർത്താവ് ആ സംഗതി അവിടെ നിർത്തി. അവർ സാധാരണ പോലെ ജീവിതം നയിക്കുന്നു. ഭാര്യയിൽ നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായി. തനിക്കിഷ്ടമില്ലാത്ത ആളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, സംഭാഷണം നടത്തുന്നു, സംസാരിക്കുന്നു. ഭർത്താവ് പറയാണ് ചെയ്യരുത്, പ്ലീസ് സ്റ്റോപ്പ്. ഭാര്യ നിർത്തി, അവസാനിപ്പിച്ചു. ഖലാസ്, ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫൈൻ അതാനക്കും, അത് നിങ്ങൾ പറഞ്ഞ കാര്യം ഇവിടെ കേട്ടാ പിന്നെ ഫലാ തബ്ഗൂ അലൈഹിന്ന സബീല, പിന്നെ നിങ്ങൾ അവരുടെ പിന്നാലെ കുറ്റം കണ്ട് പിടിക്കാൻ നടക്കരുത്. എന്തുണ്ടായാലും പിന്നെ പറയും, നീ അന്ന് അയാളോട് ചാറ്റ് ചെയ്തില്ലേ, അന്ന് ഞാനത് പിടിച്ചുകൊണ്ടല്ലേ. പിന്നെ ജീവിതകാലം മുഴുവൻ അത് പരിഹരിച്ചു, പിന്നെ അത് നിർത്തി, പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്നാലും പിന്നെ ഇടക്കിടക്ക് അള്ളാഹു അവർക്കുള്ള നിർദ്ദേശം കൊടുക്കും, ഫഇൻ അതഅനക്കും, നിങ്ങൾ പറഞ്ഞതോടുകൂടി അവർ സ്റ്റോപ്പ്, അവർ നിർത്തി, അവർ നിങ്ങൾ പറഞ്ഞത് കേട്ടു. ഫലാ തബ്ഗൂ അലൈഹിന്ന സബീല, പിന്നെ അവരുടെ പിന്നാലെ നടക്കരുത്. നീ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ഞാനൊന്ന് നോക്കട്ടെ, നീ ചെയ്യുന്നുണ്ടോ, അങ്ങനെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തരുത്. തിരിച്ചും ഭർത്താവിനോടും അങ്ങനെ തന്നെ. അത് ആ സുൽഹോടുകൂടി, ആ സംസാരത്തോടുകൂടി അവസാനിച്ചു. അടുത്ത സ്റ്റെപ്പാണ് അവളെ കിടപ്പറയിൽ നിന്ന് മാറ്റി. ഒരുവിധം സ്ത്രീകൾക്കൊക്കെ തീരെ സഹിക്കില്ല. കിടപ്പറയിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവളെ കൊല്ലുന്നതിന് തുല്യമാണ്. വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് ഭർത്താവ് റൂം കയറ്റുന്നില്ല. കടുത്തൊരു ശിക്ഷാ നടപടി തന്നെയാണ്. എന്നിട്ടും അവൾ ശരിയാവുന്നില്ലെങ്കിൽ അവളെ അടി എന്ന ശിക്ഷാ നടപടിക്ക് വിധേയമാക്കാവുന്നതാണ്. ശിക്ഷാ നടപടി. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, കുട്ടികളടിക്കാൻ പറ്റുമോ? കുട്ടികളടിക്കാൻ പറ്റുമോ? ഇതാർക്കും ഒരു മുണ്ടാട്ടല്ലാത്ത. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ അടിക്കാൻ പറ്റില്ല, അടിക്കരുത്. പക്ഷെ ചില പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികളെ അടിക്കാമെന്ന് റസൂൽ അനുവാദം നൽകിയിട്ടുണ്ട്. 10 വയസ്സ് കഴിഞ്ഞു, നമസ്കരിക്കാൻ പറഞ്ഞിട്ടൊന്നും അവൻ നമസ്കരിക്കുന്നില്ല, അപ്പോൾ എന്തായാലും അവനെ അടിക്കാമെന്ന് ഹദീസുണ്ട്. ഇന്ന് പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വരും. നിയമപരമായി ഇപ്പോൾ കുട്ടികൾ അടിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഭാര്യമാരടിച്ചാലും നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഖുർആനിൽ ഭാര്യമാരടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഭാര്യമാരടിക്കാൻ നിൽക്കണ്ട, സ്ത്രീ പീഡനത്തിനകത്താവും. ഞാൻ പറഞ്ഞ കുട്ടികൾ, ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ അടിക്കാൻ പാടില്ല. പക്ഷേ പ്രത്യേക ചില സാഹചര്യത്തിൽ കുട്ടികൾക്കൊരു ശിക്ഷാ നടപടി എന്ന നിലക്ക് അടി കൊടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ഇപ്പോൾ ഭാര്യ നമസ്കരിക്കുന്നില്ല, 10 വയസ്സായ കുട്ടി നമസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കാമെങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽ അതും പെടും. ഭാര്യയോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അവൾ ചെയ്യുന്നില്ല, പിന്നെയും പറഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ്, എന്നാൽ പിന്നെ നീ എൻ്റെ കൂടെ കിടക്കണ്ട, നമസ്കരിക്കുന്നില്ലേ നീ ശരിക്കും മുസ്ലിം അല്ലാതാവും, നീ എൻ്റെ കൂടെ കിടക്കണ്ട, മാറിക്കിടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ മാറ്റി നിർത്താം. എന്നിട്ടും അവൾ നമസ്കരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ അടിക്കാമെങ്കിൽ അതും ഈ ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവരെ ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കാവുന്നതാണ് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നീ നിൻ്റെ ഭാര്യയെ അൻ തുത്ഇമഹ ഇദാ തഇംത് വതക്സുഹ ഇദാ ഇക്തസൈത് വലാ തദ്രിബിൽ വജ്ഹ് വലാ തുഖബ്ബിഹ് വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്. നീ
മുഖത്തടിക്കരുത്. അടിക്കേണ്ട ഒരവസ്ഥ, ശിക്ഷാ നടപടി സ്വീകരിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ മുഖത്തടിക്കരുത്, അവളെ മോശമാക്കരുത്. അതായത് പൊതുജന മധ്യത്തിലിട്ട് അവരെ വഷളാക്കരുത്. വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കരുത്. വീട്ടിനകത്തെ നിങ്ങൾ അവളെ പുറത്താക്കുക എന്നീ നടപടി സ്വീകരിക്കാൻ പാടുള്ളൂ. ഫൈനത്തഴനക്കും, ഇപ്പോൾ നിങ്ങൾ ഈ നടപടികളൊക്കെ സ്വീകരിച്ചു, അവൾ അനുസരണശീലമുള്ളവളായി, നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടു, അവൾക്ക് അവളുടെ തെറ്റ് മനസ്സിലായി, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് പടച്ചവനോട് മാപ്പിനെ തേടി ഫലാത്തബൂ അലൈഹിന്ന സബീല, പിന്നെ അവർക്കെതിരെ ഒരു നടപടിയും നിങ്ങൾ എടുക്കരുത്, അവളുടെ പിന്നാലെ പോകരുത്. ഇന്നല്ലാഹ കാന അലിയൻ കബീറ, തീർച്ചയായും അല്ലാഹു മഹാനും അത്യുന്നതനുമാണ്. സദഖല്ലാഹു സദഖ റസൂലുഹു വബല്ലഗ റിസാലാത്തിഹി വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഭാര്യനെ തല്ലാൻ പറ്റുന്നോ തല്ലാൻ പറ്റില്ല? തല്ലരുത്, തല്ലാൻ പറ്റില്ല. സാധാരണഗതിയിൽ നിങ്ങൾ വിചാരിക്കുന്ന കാരണങ്ങൾക്കൊന്നും ഭാര്യയെ തല്ലാൻ പറ്റില്ല. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞ കാര്യം ഉണ്ടാക്കിയില്ല, അലക്കാൻ പറഞ്ഞത് അലക്കിയില്ല, അല്ലെങ്കിൽ വീട്ടിൽ പോകരുത്, അവളെ വീട്ടിൽ പോകരുത് പറഞ്ഞാൽ അവളുടെ വീട്ടിൽ പോയി. ഇതിനൊന്നും നിങ്ങൾക്ക് ഭാര്യമാരെ തല്ലാൻ പറ്റില്ല. ഭാര്യമാരെ അടിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അവൾ അനാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ മാത്രം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ കാര്യം, റസൂലും ഖുർആനും പഠിപ്പിച്ച കാര്യത്തിന് തെറ്റായ കാര്യമായിരിക്കും നിങ്ങൾ നിർവഹിക്കുന്നത്. സദഖല്ലാഹു സദഖ റസൂലുഹു വബല്ലഗ റിസാലത്തിഹി വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീൻ.